ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു റെയർ ടോപ്പിക്കാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്വഭാവം എങ്ങനെയുള്ളതാണ്? അതൊരു ഡിവൈൻ ബ്ലെസ്സിങ് ഉള്ളതാണോ അല്ലെങ്കിൽ ആ ഒരു ഡെവിൾ സാന്നിധ്യം ഉള്ളതാണോ എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ടൈമിൽ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി തിങ്ക് ചെയ്ത് റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നിവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണെയും കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് പേരിൽ ഒരാൾ ഒരുപാട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതായത് നമ്മൾ ആ ഒരു സംസാരപ്രിയർ എന്നൊക്കെ പറയുന്ന പോലെ കുറച്ചധികം ടോക്കറ്റീവ് ആയിരിക്കും. എല്ലാവരോടും ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല, എങ്കിലും ഏറ്റവും അടുക്കുന്ന ഒരു വ്യക്തികളോട് അത്തരത്തിൽ വളരെയധികം സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം രണ്ട് പേരിൽ ഒരാൾ. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് പേരും ഏതൊക്കെയോ തരത്തിൽ ഡിഫറൻസ് ഉള്ള വ്യക്തികളായിരിക്കാം. ഒരു പക്ഷേ നിങ്ങളുടെ സ്കിൻ ടോൺ ഡിഫറെൻ്റ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു റിലീജിയസ് വൈസായിട്ട് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾ ഒരു ഡിഫറെൻറ്റ് ഒരു പാത്ത് ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കാം, ബ്യൂട്ടി വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയായിരിക്കാം. അപ്പോൾ ഏതൊക്കെയോ തരത്തിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും ഉണ്ടാവാം. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാർട്ട്ണറേക്കാൾ ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന വ്യക്തി നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് സ്പെഷ്യലാണ്, അല്ലെങ്കിൽ വേറെ ലെവൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു രീതിയിലാണ് നിങ്ങളിത് കാണുന്നത്. സോ നിങ്ങൾ ഇതിനകത്ത് കൊടുക്കുന്ന ആ ഒരു എനർജി, ഇൻപുട്ട്, അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കുന്ന സ്നേഹം എല്ലാം ആത്മാർത്ഥമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു കുട്ടിക്കളി പോലെ അല്ലെങ്കിൽ ഒരു തമാശ പോലെ അത്ര സീരിയസ് ആയിട്ട് എടുക്കാത്ത രീതിയിലൊക്കെ ചിലപ്പോൾ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടെന്നുള്ളത് വരാം. എങ്കിൽ പോലും നിങ്ങൾക്ക് അത്രത്തോളം ഒരു പ്യുവറാണ് ഈ ഒരു റിലേഷൻഷിപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ ചിലപ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കാത്ത രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം വന്നെന്ന് വരാം. അപ്പോൾ നിങ്ങളിവിടെ അത്രത്തോളം ഒരു ബോൾഡാണ്, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹമായാലും എനർജി ആയാലും അത് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് തിരിച്ച് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെയാണ് നിങ്ങളും. ഇവിടെ നമ്മൾ അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഒരുപാട് സ്ട്രെങ്തൻ ആക്കിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ അത്രത്തോളം ഒരു പവറൊന്നും നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ നിങ്ങൾക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ധൈര്യമാണ്, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ഇവർ നിങ്ങൾക്കൊരു ഊർജ്ജമാണ്, അല്ലെങ്കിൽ ഒരു ഫ്യൂവലാണ് എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇവർ വരുന്നതിന് മുൻപ് മടിഞ്ഞു നിന്നിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ വന്ന ശേഷം ചിലപ്പോൾ അവർ തരുന്നൊരു കോൺഫിഡൻസ് കൊണ്ടോ അല്ലെങ്കിൽ അവർ നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു ധൈര്യം കൊണ്ടൊക്കെ നിങ്ങൾക്ക് പലതും നേടിയെടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഒരുപാട് സ്ട്രെങ്തനിങ് ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു സ്ട്രെങ്തനിങ് പവർ പോലെ തന്നെ നിങ്ങൾ അത് അവർക്കും തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരു അഡ്വൈസിൻ്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തായിരിക്കാം നിങ്ങൾ ഈ ഒരു പേഴ്സണെ സഹായിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അവർക്കൊരു ലവ്, കെയർ, അല്ലെങ്കിൽ എഫെക്ഷൻ ഇതൊക്കെ വേണ്ട സമയത്ത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരുപാട് സിക്കായിട്ടിരിക്കുന്ന ഒരു അവസരത്തിലൊക്കെ നിങ്ങൾ അവരെ വേണ്ടുവോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം, ഒരു മെൻ്റൽ സ്ട്രെങ്തനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ അത്രത്തോളം പാമ്പർ ചെയ്താണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ട് നടന്നിട്ടുള്ളത്. അപ്പോൾ അവരും നിങ്ങളൊരു മറ്റൊരു തലത്തിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു വേറെ ഫേസ് കാണിച്ചു തരാനായിട്ട് നിങ്ങളെ അവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മ്യൂച്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന പോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു നിറഞ്ഞ സ്നേഹമാണ്, അല്ലെങ്കിൽ അത്രത്തോളം ആ ഒരു നിറഞ്ഞു തുളുമ്പുക എന്ന് പറയുന്ന പോലെ ഒരുപാട് സ്നേഹം നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിലുണ്ട്. അപ്പോൾ നിങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ വേറൊരു ലെവലിലേക്ക് കാണുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ അത്രത്തോളം പ്യുവർ, അല്ലെങ്കിൽ അത്രത്തോളം ഡിവൈനാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ്. ഇവർക്ക് അങ്ങനെ അല്ല എന്നല്ല, പക്ഷേ നിങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു തട്ട് അവരുടെ താണ് തന്നെ ഇരിക്കും. നിങ്ങൾക്ക് അത്രത്തോളം പ്രഷ്യസ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പ്. അപ്പോൾ ഇതിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് തന്നെ ഒരുപാട് സ്നേഹമാണ്. ചിലപ്പോൾ ആ ഒരു സ്നേഹം കൂടി തന്നെ ഒരു ഈഗോയോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പൊസസീവ്നെസ്സിനൊക്കെ ഒരുപാട് സാധ്യതയുള്ളൊരു റിലേഷൻഷിപ്പും കൂടിയാണ്.
അപ്പോൾ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം തിരിച്ചു തരുന്നില്ല എന്നുള്ളൊരു ചെറിയ തോന്നൽ മതി നിങ്ങൾ ചിലപ്പോൾ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ടാവാം. കാരണം നിങ്ങൾ ചിലപ്പോൾ അവരോട് ആ ഒരു ദേഷ്യം എക്സ്പ്രസ് ചെയ്യുന്നത് എന്തിനാന്ന് പോലും ആ ഒരു പേഴ്സണ് മനസ്സിലാവുന്നുണ്ടാവില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പഴയ സ്നേഹം ഇവർക്കില്ലേ, അല്ലെങ്കിൽ കുറഞ്ഞു പോയോ, അല്ലെങ്കിൽ നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ആ ഒരു സ്നേഹം കൊണ്ട് തന്നെയാണ്, ആ ഒരു പൊസസീവ്നെസ് കൊണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹക്കൂടുതലൊക്കെ പലപ്പോഴും ഈ ഒരു പേഴ്സണെ ചിലപ്പോൾ വിഷമത്തിൽ ആഴ്ത്തിയിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം ഫ്രീഡം കൊടുക്കാത്തൊരു വ്യക്തിയാണെന്നുള്ളൊരു തോന്നലൊക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ അവർ നേരിട്ട് അത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടും ഉണ്ടാവാം. അപ്പോൾ ആ ഒരു സ്നേഹക്കൂടുതൽ നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ഇഷ്ടമാണ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ അവരോട് 24 മണിക്കൂറുണ്ടെങ്കിൽ അത്രയും നേരം സംസാരിച്ചിരിക്കാനായിട്ട് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് സ്പ്രെഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഒരു സംശയം ഉണ്ടായിട്ടുണ്ടാവാം, ഈ ഒരു പേഴ്സൺ എന്നെ പഴയ പോലെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം എപ്പോഴും നിങ്ങൾക്ക് മതിയാവുന്നില്ല, അതാണ് നമുക്ക് പറയാൻ പറ്റുന്ന ആ ഒരു ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മതിയാവുന്നില്ല ഈ ഒരു പേഴ്സൻ്റെ സ്നേഹം. നിങ്ങൾ ഓരോ നിമിഷവും അത് കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളൊരു വ്യഗ്രത നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളെ പരിചയപ്പെട്ടിരുന്ന സമയത്ത് ഈ ഒരു പേഴ്സൺ കാണിച്ചിരുന്ന ആ ഒരു സ്നേഹവും ആവേശവും പിന്നീട് ഇല്ലേ എന്നുള്ളൊരു തോട്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ടൈമിൽ, അതായത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഇവരെന്താണോ നിങ്ങളോട് കാണിച്ചിരുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ അന്ന് ഇവർ ഇഷ്ടപ്പെടുത്തിയത്, അതുപോലെ തന്നെ ലൈഫ് ലോങ് വേണം എന്നുള്ളൊരു ഫീലിംഗ് തന്നെയായിരിക്കാം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലും ആ ഒരു വാശി ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഡീപ്പായിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രത്തോളം ഇൻറ്റിമസി ഉള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ സെപ്പറേഷനിലാണ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളിപ്പോൾ അകന്ന് നിൽക്കുകയാണ് എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ തമ്മിൽ ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും സ്നേഹിച്ചിരുന്ന ഈ ഒരു പേഴ്സണെ നിങ്ങളിപ്പോൾ നഷ്ടബോധം, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രത്തോളം പൊസസീവ്നെസ്സോടുകൂടി കണ്ടിരുന്ന ഈ ഒരു റിലേഷൻഷിപ്പിലേക്കാണ് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നു ചേർന്നിട്ടുള്ളത്. ഒരുപക്ഷെ ചിലർക്കെങ്കിലും തേർഡ് പാർട്ടി നേരത്തെ ഉള്ളൊരു വ്യക്തിയായിരിക്കാം, അവർ ഫ്രെയിമിൽ വന്നിട്ടുണ്ടാവില്ല എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഡീപ്പായിട്ടുള്ളൊരു സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പീക്ക് ടൈം എന്ന് നമ്മൾ പറയുന്ന പോലെ അത്രത്തോളം ഉയരത്തിൽ നിൽക്കുന്നൊരു സമയത്തായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടിയുടെ എൻട്രി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിവിടെ നിങ്ങളെ പാടെ തകർത്ത് കളഞ്ഞതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രത്തോളം ഒരു ഇമോഷണൽ പെയിൻ, അല്ലെങ്കിൽ ഒരു ട്രോമ, അല്ലെങ്കിൽ ആ ഒരു മെൻ്റൽ ട്രോമ നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോടുള്ള ആ ഒരു സ്നേഹം മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുത്തിട്ടുണ്ടാകുന്നത് ഈ ഒരു തേർഡ് പാർട്ടി ആവാം. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ഒരു നെഗറ്റീവ് ഇമേജ് നിങ്ങളെക്കുറിച്ച് കൊടുത്തിട്ടുള്ളത് ഈ ഒരു തേർഡ് പാർട്ടി ആവാം. അപ്പോൾ എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് തേർഡ് പാർട്ടി ഒരുപാട് ശ്രമിച്ചതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ ഇവരെ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടാകും. ചിലർക്ക് ഇവർ സുഹൃത്തുക്കളായിരിക്കാം, അടുത്ത സുഹൃത്തുക്കളായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളെ മാറ്റി കൊണ്ടുപോകണം, അല്ലെങ്കിൽ നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു സ്നേഹക്കൂടുതലോ, അല്ലെങ്കിൽ ആ ഒരു പൊസസീവ്നെസ് ഒക്കെ ഇവർ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ച് ഈ ഒരു പേഴ്സണെ ആകെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലർക്കെങ്കിലും ഒന്നിൽ കൂടുതൽ വ്യക്തികൾ തേർഡ് പാർട്ടിയിൽ വരാം. അതായത് ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സുഹൃത്തുക്കളോ, അല്ലെങ്കിൽ വേറെ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും ഒന്നിൽ കൂടുതൽ ആൾക്കാർ ചിലവരുടെ കേസിലെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരാൾ മാത്രമാവണമെന്ന് തന്നെ ഇല്ല. അപ്പോൾ ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജീസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഡിവൈൻ ഫെമിനിൻ, അല്ലെങ്കിൽ ഡിവൈൻ മെസ്കുലിൻ എന്ന് പറയുന്ന രീതിയിലുള്ളതാണ്. അത്രത്തോളം ബോണ്ടിങ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് തന്നെയാണിത്. അത്രത്തോളം ഇതിൻ്റെ ഒരു സോൾ കണക്റ്റഡ് ആണ്. ചിലർക്കിത് സോൾമേറ്റ് ആയിരിക്കാം, മറ്റു ചിലർക്കിത് ട്വിൻ ഫ്ലെയിം ആയിരിക്കാം. അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ലൈഫ് സൈക്കിളിൽ കണ്ടുമുട്ടേണ്ടുന്ന, അല്ലെങ്കിൽ അവരോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു ഭാഗം ജീവിച്ച് തീർക്കേണ്ടുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അപ്പോൾ ഈ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങിന് കാരണം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഏതൊക്കെയോ തരത്തിൽ ഈ ഒരു പേഴ്സണിൽ അഡിക്റ്റഡ് ആയിരിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു വ്യക്തിയിലല്ല നിങ്ങൾ അഡിക്റ്റഡ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നു ചേർന്നിട്ടുള്ള ആ ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള പുതിയ അനുഭവങ്ങൾ, അല്ലെങ്കിൽ കെയർ, മറ്റാരും തരാത്ത പരിഗണന, ഇതൊക്കെ നിങ്ങളെ മറ്റൊരു ലെവലിലേക്ക് ചിന്തിക്കുകയാണ്. ചിലപ്പോൾ ഇതുപോലെ തന്നെ കെയർ ഒക്കെ തന്നിട്ടുള്ള വേറെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും ഇവർ നിങ്ങൾക്ക് സംതിങ് സ്പെഷ്യലാണ്. അപ്പോൾ അതിൻ്റെ കാര്യം ഈ ഒരു ബോണ്ടിങ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ സ്നേഹം ഒരു കുറച്ചെങ്കിലും കുറഞ്ഞു എന്നറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ പോലും നിങ്ങൾ ചിലപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ടാവും, അല്ലെങ്കിൽ കണ്ണു നിറയുന്നുണ്ടാവും. ഒരുപാട് നിങ്ങൾ സെൻസിറ്റീവ് ആവുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം വരുമ്പോൾ.
അപ്പോൾ പല കാര്യങ്ങളും ചിലപ്പോൾ ഒരുപാട് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ വളരെ ആലോചിച്ച് മാത്രം ഒരു ഡിസിഷൻ എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ പെട്ടെന്ന് ലൈഫിലേക്ക് അടുപ്പിക്കാത്ത ഒരാളായിരിക്കാം, എല്ലാവരോടും ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും നിങ്ങൾ എടുത്തു ചാടി, അല്ലെങ്കിൽ കൂടുതലൊന്നും നിങ്ങൾ ചിന്തിക്കാൻ നിന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത്രത്തോളം നമ്മൾ ഈ കൂപ്പ് കുത്തുക എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾ ഇതിലേക്ക് എടുത്ത് ചാടുകയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുമ്പോൾ നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ മറന്നിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സെപ്പറേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബോണ്ടിങ് തകർക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ഫാക്ടർ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യം എത്രത്തോളം ഇരുട്ട് നിറഞ്ഞാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ വഴി എന്ന് പറയുന്നത് അത്രത്തോളം നിങ്ങളെ ഭയപ്പെടുത്തുന്നതാണെന്നുണ്ടെങ്കിൽ പോലും ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു സൺ കാർഡ് പോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ആ ഒരു വെളിച്ചം വീശുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ഉറപ്പായിട്ടും നടന്നു കിട്ടുന്നതാണ്. കാരണം ഇവിടെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വന്നിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി നിങ്ങളൊരു എടുത്തുചാട്ടം പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആലോചിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഒഴുക്കിൽ പെട്ടുപോയി എന്ന് പറയുന്ന പോലെ പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ ആ ഒരു റീസണും നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻ തന്നെയാണ് അതിൻ്റെ ഒരു റീസൺ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിനിയിൽ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു പേഴ്സൺ. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളിവിടെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ സെക്ഷുവലി ഉള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള ഒന്നും നിങ്ങൾ മോഹിക്കുന്നില്ല. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനോടുള്ള ആ ഒരു പ്രണയം എന്ന് പറയുന്നത് അത്രത്തോളം പ്യുവറാണ്, അല്ലെങ്കിൽ അത്രത്തോളം സട്ടിലാണെന്നുള്ളത് പറയാം. അപ്പോൾ ആ ഒരു ഇൻറ്റൻഷൻ തീർച്ചയായിട്ടും യൂണിവേഴ്സിന് അറിയാം. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷനോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കർമാസോ എല്ലാം ക്ലിയറായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരു ജസ്റ്റിസ് തരും എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്ന് വേണ്ടത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹവും പരിഗണനയും മാത്രമാണ്. അതിൽ കൂടുതലൊന്നും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മോഹിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങളും ചിന്തിക്കുന്ന അങ്ങനെ തന്നെയായിരിക്കും, ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ലല്ലോ, ഈ ഒരു കാര്യം മാത്രമല്ലേ, ഇതെങ്കിലും എനിക്ക് തന്നൂടെ എന്നായിരിക്കാം പലപ്പോഴും നിങ്ങളുടെ മൈൻഡിനോട് തന്നെ നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം, ആ ഒരു അത്രത്തോളം ജെനുവിനാണ് നിങ്ങൾ. സോ നിങ്ങൾക്ക് യൂണിവേഴ്സ്, അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ നിങ്ങൾ അർഹിക്കുന്ന പരിഗണന തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ തരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്പ്രെഡ് ഇത്രയും നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രത്തോളം ഡിവിനിറ്റി നിറഞ്ഞത് തന്നെയാണ്. ഒരിക്കലും ഇത് ആ ഒരു ഡെവിളിൻ്റെ സാന്നിധ്യമുള്ളതോ, അല്ലെങ്കിൽ ആ ഒരു ഡെവിൾ ആ ഒരു രീതിയിലേക്ക് പോയിട്ടുള്ളൊരു റിലേഷൻഷിപ്പോ അല്ല. അത്രത്തോളം പ്യുവർ ആൻഡ് ജെനുവിനാണ്. ഇനി നമുക്കിവിടെ വന്നിരിക്കുന്ന ആ രണ്ട് മെയിൻ കാർഡ്സിൻ്റെ എനർജി തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ഒരു പ്യൂരിഫിക്കേഷൻ, അതായത് ആ ഒരു ശുദ്ധീകരണമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ഫിസിക്കലി അല്ല, നമ്മുടെ ആ ഒരു സോളിൻ്റെ ശുദ്ധീകരണമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കണമെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം, അല്ലെങ്കിൽ നമ്മളെ ആ ഒരു പ്യൂരിറ്റിയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന വ്യക്തിയും ദൈവം നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള ആ ഒരു വിസ്ഡം കാർഡും പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ആ ഒരു ജ്ഞാനം, അല്ലെങ്കിൽ പലതിനെക്കുറിച്ചുള്ള അറിവും, നിങ്ങൾ ചിലപ്പോൾ പല കാര്യങ്ങളിലും പരിമിതമായിട്ടുള്ള അറിവുള്ളൊരു വ്യക്തിയായിരിക്കാം. പല കാര്യങ്ങൾ ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യൂണിവേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായാലും, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിലും സാധാരണ ഒരു രീതിയിൽ മാത്രം ചിന്തിച്ച് പോയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. ഇത്തരത്തിലൊക്കെ ഒരു സ്നേഹമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ മനുഷ്യർക്ക് സ്നേഹിക്കാൻ കഴിയുമെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷമായിരിക്കാം. അപ്പം അങ്ങനെ പല കാര്യങ്ങൾക്കും ഒരു അറിവ് പകർന്നു തരാൻ, അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ ഒരു സോളിനെ തന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത്. അപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരെ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ദൈവം നിയോഗിച്ചിട്ടുള്ളത് തന്നെയാണ്. ആ ഒരു ഡിവിനിറ്റിയുടെ ബ്ലെസ്സിങ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് എന്ന് വേണം നമുക്കിവിടെ മനസ്സിലാക്കാൻ. അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എനർജി ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനും എനർജീസും ഒക്കെ ഇതുപോലെ ആണെങ്കിൽ ഈ ഒരു ക്ലൂസും കൂടി നിങ്ങൾ റീചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടോട്ടലി മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ റീഡിംഗ് ആണോ ഇത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. കാരണം അത്രത്തോളം ഒരു പോസിറ്റിവിറ്റി, അല്ലെങ്കിൽ നമ്മളിത് നോക്കുന്ന പോലെ തന്നെ ആ ഒരു ഡിവിനിറ്റി ഉള്ള റിലേഷൻഷിപ്പാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലൂസ് എടുത്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന ആ ഒരു ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് മാർച്ച് മന്താണ്. അതുപോലെ തന്നെ അക്വേറിയസ് സോഡിയക് സൈൻ, കാസർഗോഡ്, നമ്പർ 26, നമ്പർ 7, ലെറ്റർ N, കണ്ണൂർ, സെജിറ്റേറിയസ് സോഡിയക് സൈൻ, ലെറ്റർ R, ജൂൺ മന്ത്, January month, Thrissur, letter Z, number 9,
May month, Cancer zodiac sign. Kollam, August month, letter M, letter E, number 18, number 6. Libra zodiac sign. Idiki, number 8, number 23. Aries zodiac sign. Letter T, T ആണ് കേട്ടോ, T for tiger. December month, number 31. Letter G, letter C. Ernakulam, number 4. And the last, Virgo zodiac sign. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എനർജിയാണ്, അല്ലെങ്കിൽ അത്രത്തോളം നല്ലൊരു റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടേതാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. ആ ഒരു പോസിറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്ത് നിങ്ങളുടേതാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.